അതെ, പക്ഷെ അത് സാധ്യമാവാനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊച്ചി മെട്രോ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ വരും. അത് അല്ല വരും, അതിന് രേഖയായി കഴിഞ്ഞു, അത് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്, അത് വരും. അവിടെ നിന്നത് അങ്കമാലി വന്ന് കോയമ്പത്തൂർ വരെ പോകണമെന്നുള്ളതായിരുന്നു എന്റെ സ്വപ്നം. അല്ല, തൃശ്ശൂർ വരെ ആദ്യം വരട്ടെ. അല്ല, തൃശ്ശൂര് വരില്ല, പാലിയേക്കര. ഇതിപ്പോ അതുമല്ല സംവിധാനം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് സദേൺ റെയിൽവേയുടെ ലൈൻ ഉണ്ട്, അതിലൂടെ നമ്മൾ ആവശ്യം സാധിച്ചെടുക്കണം. പക്ഷെ പകരം പറയുന്നത് നമ്മുടെ ഈ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റാണ്. അങ്കമാലി കഴിഞ്ഞ് തൃപ്രയാർ, ചേറ്റുവ, അതിനു മുമ്പ് നാട്ടിക, അല്ലെ, തളിക്കുളം, ആ പ്രദേശത്ത് കൂടി ആ കടലോരത്ത് താമസിക്കുന്നവർക്ക് കൂടി, അല്ലെങ്കിൽ അവിടത്തേക്ക് ഈസി ആക്സസ് ഉള്ള ആൾക്കാർക്ക് കൂടി ഒരു റെയിൽ അനുഭവം സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് തിരൂര് വരെയുള്ള പൊന്നാനി വഴി ഉള്ള ഒരു പ്രതിപാത എന്ന് പറയുന്നത് ചിന്തയിലുണ്ട്. അത് മനോഹർലാൽ ഖട്ടർ, ഇതിന്റെ വകുപ്പ് മന്ത്രി, തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരുടെ കോൺക്ലേവിൽ വന്നപ്പോൾ 65,000 കോടിയുടെ പ്രോജക്റ്റാണ്. വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, നമുക്ക് ആലോചിക്കാം എന്ന് കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പ്രോജക്റ്റുമായിട്ട് വന്നിട്ടില്ല. വേണ്ടതിന് നമുക്കിവിടെ ട്രെയിൻ ഉണ്ടല്ലോ. അല്ല, മെട്രോ ട്രെയിൻ നമ്മൾ നിർബന്ധം പിടിക്കാം, നമുക്ക് സൗകര്യമാണ് വേണ്ടത്. ഓൾറെഡി ഒരു സൗകര്യമുണ്ട്, എല്ലാം നമുക്ക് ഇവിടെ തന്നെ വേണം എന്ന് വിചാരിക്കരുത്. അല്ല, അതാ പറഞ്ഞ ആ ചാവക്കാടും ഈ പറയുന്ന ചേറ്റുവയും ഇരിഞ്ഞാലക്കുടയും തൃപ്രയാറും എല്ലാം ഞാൻ വോട്ട് മേടിച്ച സ്ഥലങ്ങളാണ്. അല്ല, എവിടെങ്കിലും വരട്ടെ, സൗകര്യം വർദ്ധിക്കണം. അത് കുറച്ച് സ്വാർത്ഥതയായി പോയി ഞാൻ പിന്നെ ഈ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തിൽ അവർ കൃത്യമായി സമയബന്ധിതമായിട്ട് ആ സമയ ക്രമീകരണം പാലിച്ചിരുന്നെങ്കിൽ അടുത്ത മാർച്ച് മാസം മുതൽ നമ്മൾ യോഗ്യരായി. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ വിചാരം അത് 27 മാർച്ച് മുതൽ ഡിസംബർ വരെ ഇതിന്റെ കംപ്ലീഷന് പോകാം. 17-ന്റെയും 66-ന്റെയും അത് വന്ന് കഴിയുന്നതോടുകൂടി ഈ പറയുന്ന റെയിൽ ആവശ്യമൊന്നും നമ്മുടെ അത്യാവശ്യമല്ലാതായി തീരും.